UDF-നൊപ്പമായിരുന്നു 2020 എങ്കിൽ 25 സീറ്റൊന്നും കിട്ടിയില്ലെങ്കിലും ഒരു 6-7 സീറ്റ് കിട്ടിയേനെ. 6-7 സീറ്റ് ഒരു 3-4 സീറ്റൊക്കെ ഈസി ആയിട്ട് ജയിച്ച് 2020ക്ക് ഒരു നല്ലൊരു കാൽവയ്പ് വെക്കാൻ പറ്റിയാലായിരുന്നു. അത് അഴിമതി, അതാണ് ഈ പ്രശ്നം. ഇപ്പം സാബു ജേക്കബ് കിഴക്കമ്പലത്ത് കാണിച്ചു കൊടുത്ത മഹാത്ഭുതം എന്ന് പറയുന്നത് അഴിമതി രഹിതമായ ഒരു പഞ്ചായത്ത് ഇൻഫ്രാസ്ട്രക്ചറിൽ എത്ര മനോഹരമാക്കി മാറ്റാമെന്നുള്ളതാണ്. പഴയകാല കോൺഗ്രസ് നേതാക്കന്മാരും CPM നേതാക്കന്മാരും കാണിക്കുന്ന അഴിമതികളാണ് പുള്ളി പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പം അങ്ങനൊരു രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിന് ചേരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഈ 14 വർഷം ഒറ്റയ്ക്ക് തന്നെ നിന്നത്. അപ്പോഴാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ അതേ സാധനം, ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ചിലപ്പോൾ ഇല്ലാതായി പോകുന്നൊരു സാഹചര്യത്തിൽ സാബു നീ BJP-യിലേക്ക് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്ന ഈശ്വരനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് തന്നെ സ്വയം തോന്നിയൊരു തോന്നലുമാണ്. അദ്ദേഹത്തിന് നിലനിൽക്കണം, അദ്ദേഹത്തിൻ്റെ ആശയം നിലനിൽക്കണമെങ്കിൽ, അദ്ദേഹത്തിൻ്റെ പാർട്ടി നിലനിൽക്കണമെങ്കിൽ, അദ്ദേഹത്തിന് കേരളത്തിൽ, അദ്ദേഹത്തിനും 2020ക്കും കേരളത്തിലുടനീളം സ്വീകാര്യത കിട്ടണമെന്നുണ്ടെങ്കിലും BJP-യുടെ ഒപ്പം നിൽക്കുക. അപ്പം വികസനം നടപ്പിലാക്കുന്ന കാര്യത്തിൽ BJP ഷെബിൻ പറഞ്ഞില്ല, തീർച്ചയായും അദ്ദേഹം അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അതെ.